നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ഞാനിട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് വീണ്ടും ബാക്കി വരുന്ന വീഡിയോ ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എൻ്റെ ബാക്കി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നമ്മൾ അവസാനം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡയമെൻഷണൽ അനാലിസിസിനെ സംബന്ധിച്ചാണ്. എന്താ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഡയമെൻഷൻ്റെ യൂസസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ, ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി, to convert one system of unit into another system. അതിന് എക്സാമ്പിളും പറഞ്ഞു. കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറുണ്ട്, അതിനകത്ത് നിങ്ങൾ വാട്സപ്പിൽ, അതെൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ്, അതിനകത്ത് നിങ്ങൾ ചോദിച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ എൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡയമെൻഷൻ ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് നോക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷന്റെ മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗം ഡയമെൻഷൻ ബന്ധപ്പെട്ട മറ്റൊന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ ഡയമെൻഷന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയും? ഇത് വളരെ സിമ്പിൾ ആണ്. അതിന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എക്സാമ്പിൾ നോക്കുക. Z is equal to x plus y. ഓക്കെ, Z is equal to x plus y. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. Z is x plus y. ഇതിനകത്ത് ഹോമോജിനിറ്റി തത്വം അനുസരിച്ച് ഈ Z-ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും എക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും വൈയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നതും പരസ്പരം തുല്യമായിരിക്കും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ഓൾ ദ ടേംസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. അത്രയുള്ള പരിപാടി. അതായത് ഈ തത്വം അനുസരിച്ച് ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള, രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ LHSലും RHSലുമുള്ള എല്ലാ ടേമുകൾക്കും ഒരേ ഡയമെൻഷൻ തന്നെയാണ്. മനസ്സിലായോ? Z is equal to x plus y എന്നൊരു ഇക്വേഷൻ നമ്മൾ സങ്കല്പിച്ചാൽ ഹോമോജിനിറ്റി തത്വം അനുസരിച്ച് ഡയമെൻഷൻ ഓഫ് Z is equal to ഡയമെൻഷൻ ഓഫ് x is equal to ഡയമെൻഷൻ ഓഫ് y ആയിരിക്കും. ഇതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ തന്നെ ചെയ്ത് നോക്കാം. ഇത് വെച്ച് എങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുന്നത് ചോദിച്ചാൽ, ഒന്നാമത് ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നാമത്, ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിന്റെ പിന്നിലെ തത്വം എന്താണ്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഫോർ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അങ്ങനെ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് തരുന്നു, മനസ്സിലായി? ആ ഇക്വേഷൻ തന്നിട്ട് അതിൽ ഡയമെൻഷൻ അറിയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാട്ട് a(t³ - b(t²) എന്ന് പറയുന്നത് എന്ന് പറയാം. ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. S is equal to a(t³ - b(t²). നമ്മളോട് പറയുകയാണ് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A and B. ഇത്രയാണ് ചോദ്യം. ഓക്കെ, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A and B. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി S is equal to a(t³ - b(t²). ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A and B. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആ ഇക്വേഷൻ അതുപോലെ അങ്ങോട്ട് എടുത്തെഴുതണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എടുത്തെഴുതി S is equal to a(t³ - b(t²). മനസ്സിലായോ?
ഇനി എങ്ങനെയാണ് പരിപാടി? അക്കോർഡിംഗ് ടു ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ, ഹോമോജിനിറ്റി തത്വം അനുസരിച്ച് എന്ന് പറയുന്ന തത്വം ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമിനും ഒരേ ഡയമെൻഷൻ ആണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് S is equal to ഡയമെൻഷൻ ഓഫ് AT ക്യൂബ്. ശരിയാണല്ലോ? എല്ലാ ടേമിന്റെ ഡയമെൻഷൻ, രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമിന്റെ ഡയമെൻഷൻ തുല്യമാണെന്നാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഡയമെൻഷൻ ഓഫ് S എന്ന് പറയുന്നത് തന്നെയാണ് ഡയമെൻഷൻ ഓഫ് AT ക്യൂബ്. ശരിയല്ലേ? എങ്കിൽ നമുക്ക് അതിൽ നിന്നും ഡയമെൻഷൻ ഓഫ് A കാണണം. ഡയമെൻഷൻ ഓഫ് A കാണാൻ ഡയമെൻഷൻ ഓഫ് S ബൈ ഡയമെൻഷൻ ഓഫ് T ക്യൂബ്. പിടികിട്ടിയോ? ഇനി എന്ത് ചെയ്യണം? ഇനി ഒറ്റ പരിപാടിയേ ഉള്ളൂ. എസിനും ടിക്കും നമ്മൾ ഡയമെൻഷൻ കൊടുക്കുക. എസ് എന്തുവാ? ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഡയമെൻഷൻ എന്താണ്? L ഡിവൈഡഡ് ബൈ T, ടൈമിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T, ഇവിടെ ക്യൂബ്. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? താഴെയുള്ളതിനെ മേളിൽ കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും? L T raised to -3. ഈ T ക്യൂബ് മേളിൽ വരുമ്പോ T raised to -3. ശരിയാണല്ലോ? അപ്പൊ A യുടെ ഡയമെൻഷൻ കിട്ടി L T raised to -3. ഇനി നമുക്ക് ആരുടെ B യുടെ കാണാം. അതിനെന്ത് ചെയ്യാം? ഇതുപോലെ B യുടെ ഡയമെൻഷൻ ഓഫ് S is equal to ഡയമെൻഷൻ ഓഫ് BT സ്ക്വയർഡ്. ഇവിടെ നമ്മുടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇവിടെ നമ്മൾ അതൊന്നും കൊടുക്കണ്ട. ഡയമെൻഷണൽ സൈനിന് ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ മാത്രം എഴുതിയാൽ മതി, അല്ല നെഗറ്റീവ് ഒന്നും എഴുതി വെക്കരുത്. ശരിയാണല്ലോ? അതിന് നമുക്ക് ബി അല്ലേ കാണണ്ടേ? അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എസ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർഡ്. എസ് ഡിസ്പ്ലേസ്മെന്റിന്റെ എൽ, ടൈമിന്റെ ക്യാപിറ്റൽ ടി സ്ക്വയർഡ് മേളിൽ കൊണ്ടുവരണം. എൽ ടി റൈസ് ടു -2. കണ്ടോ? അപ്പൊ എയുടെ ഡയമെൻഷൻ LT raised to -3, B യുടെ ഡയമെൻഷൻ LT raised to -2. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്യാം. അത് ഹോമോജിനിറ്റി തത്വം അനുസരിച്ച് സാധാരണ ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, P പ്ലസ് A ബൈ V സ്ക്വയർഡ് ഇൻറ്റു V മൈനസ് B ഈസ് ഈക്വൽ ടു RT. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നു. കണ്ടല്ലോ? P പ്ലസ് A ബൈ V സ്ക്വയർഡ് ഇൻറ്റു V മൈനസ് B ഈസ് ഈക്വൽ ടു RT. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പറയുകയാണ് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A ആൻഡ് B. ഈ A യുടെയും B യുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, P പ്ലസ് A ബൈ V സ്ക്വയർഡ് ഇൻറ്റു V മൈനസ് B ഈസ് ഈക്വൽ ടു RT. ഇതിലെ ലെറ്റേഴ്സ് എല്ലാം ഓർമ്മയുണ്ടോ? പറയാം. P എന്ന് പറഞ്ഞാൽ പ്രഷർ, V എന്ന് പറഞ്ഞാൽ വോളിയം, R എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയും. T എന്ന് പറയുന്നത് അവിടെ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് A യുടെയും കുഞ്ഞു B യുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കാം. എങ്കിൽ എങ്ങനെയാ നമ്മുടെ പരിപാടി? ഹോമോജിനിറ്റി തത്വം അനുസരിച്ച് എല്ലാ ടേമിന്റെ ഡയമെൻഷൻ ഒരുപോലാണല്ലോ. അപ്പൊ ഈ ബ്രാക്കറ്റിൽ എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. ഇവരുടെ രണ്ടിന്റെ ഡയമെൻഷൻ തുല്യം. ഇതിനകത്ത് 2 ടേം ഉണ്ട്, ഇവരുടെ ഡയമെൻഷൻ തുല്യം. എങ്കിൽ നമുക്ക് ഹോമോജിനിറ്റി തത്വം അനുസരിച്ച് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് P ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് A ബൈ V സ്ക്വയർഡ്. ശരിയല്ലേ? നമുക്ക് A കണ്ടുപിടിക്കണ്ടേ? അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് A എന്ന് പറയുന്നത് കാണാൻ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഡയമെൻഷൻ ഓഫ് P ഇൻറ്റു ഡയമെൻഷൻ ഓഫ് V സ്ക്വയർഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞാൽ പ്രഷർ. പ്രഷറിന്റെ ഡയമെൻഷൻ അറിയാമോ? പ്രഷറിനെ കുറച്ച് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു 10 എണ്ണത്തിനെങ്കിലും ഡയമെൻഷൻ നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന്. മനസ്സിലാവും? പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL റൈസ് ടു -1 T റൈസ് ടു -2. ഇതാണ് പ്രഷറിന്റെ ഡയമെൻഷൻ. mL റൈസ് ടു -1 T റൈസ് ടു -2 ഇൻറ്റു വോളിയത്തിന്റെ ഡയമെൻഷൻ എന്തുവാ? L ക്യൂബ്. ദ ഹോൾ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഹോൾ സ്ക്വയർഡ്. ശരിയല്ലേ? That is equal to mL raised to -1 T raised to -2 into L cube the whole squared. അതെന്താണ്? L raised to ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. L raised to 6. ഇനി ഒരേ ടേം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ. That is equal to L raised to -1 ഉം L raised to 6 കൂടെ വരുമ്പോൾ L raised to 5, പിന്നെ ഇവിടെ T raised to -2. അപ്പൊ ഡയമെൻഷൻ ഓഫ് ഏരിയ, സോ ദ ഡയമെൻഷൻ ഓഫ് A ഈ വേരിയബിൾ A യുടെ ഡയമെൻഷൻ mL raised to 5 T raised to -2. ഇതാണ്
എയുടെ ഡയമെൻഷൻ. ഇനി നമുക്ക് ബിയുടെ ഡയമെൻഷൻ കാണാം. അതിനുവേണ്ടി ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. ഇത് രണ്ട് ടേം ആണല്ലോ, അത് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് വി ആരാ വോളിയം, വോളിയത്തിന്റെ എന്തുവാ L ക്യൂബ്. അപ്പൊ ബിയുടെ കിട്ടിയല്ലോ. അപ്പൊ എ ഡയമെൻഷൻ ml raised to 5 t raised to -2, b ഡയമെൻഷൻ L ക്യൂബ്. ഇങ്ങനെ നമുക്ക് ഹോമോജനിറ്റി തത്വം അനുസരിച്ച് ഇതുപോലെ ഏത് ഇക്വേഷൻ തന്നാലും അതിൽ അറിയാൻ പറ്റാത്ത വേരിയബിൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഡയമെൻഷന്റെ ലിമിറ്റേഷൻ നോക്കാം. അപ്പൊ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ അറിഞ്ഞു, അതിന്റെ ഉപയോഗം അറിഞ്ഞു, അതുപോലെ അതിന്റെ ഹോമോജനിറ്റി തത്വം, ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്ന ഹോമോജനിറ്റി പ്രിൻസിപ്പിളും നമ്മളിപ്പോ പറഞ്ഞു. ഇനി നമുക്ക് ഡയമെൻഷന്റെ അവസാനമാണ് അതിന്റെ ലിമിറ്റേഷൻസ്. എല്ലാ കേസിലും നമുക്ക് ഡയമെൻഷൻ ആപ്ലിക്കബിൾ അല്ല. ഡയമെൻഷൻ ചില ന്യൂനതകളുണ്ട്. ഒന്നാമത്തത്, ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ട്രിഗ്നോമെട്രിക്കൽ ആൻഡ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ്. ട്രിഗ്നോമെട്രി, സൈൻ, കോസ്, ടാൻ ഇങ്ങനെയൊക്കെ വരുന്ന കേസിലും എക്സ്പോണൻഷ്യൽ ആയി വരുന്ന കേസിലും നമുക്ക് ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതാണ് ആദ്യത്തത്. രണ്ടാമത്തത്, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് when a physical quantity depending upon more than 3 other physical quantity. നമ്മുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, ഡയമെൻഷൻ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ, ഒരു ഇക്വേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഘടകങ്ങളെയാണ്. നമ്മൾ സിമ്പിൾ പെൻഡലം പറഞ്ഞ ഓർമ്മയുണ്ടോ? സിമ്പിൾ പെൻഡലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനിയിപ്പോ നാലാമത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയമെൻഷൻ വെച്ച് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മൂന്നിൽ കൂടുതൽ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഡയമെൻഷൻ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻസ് എന്ന് പറയും. മൂന്നാമത്തത്, the method does not give any informations about a dimensionless constant. അതായത് ചില കോൺസ്റ്റന്റുകൾക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. എന്തുകൊണ്ടാണ് അതിന് ഡയമെൻഷൻ ഇല്ലാതെ വന്നത് എന്നതിനെ സംബന്ധിച്ചും മറ്റും ഇതിനകത്ത് ഒന്നും തന്നെ പറയുന്നില്ല. മനസ്സിലായി? അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇഫ് എനി സൈഡ് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് എ സം ഓർ ഡിഫറൻസ് ഓഫ് 2 or more എക്സ്പോണന്റ്. ഇക്വേഷൻ ഏതെങ്കിലും ഒരു സൈഡ് രണ്ടോ അതിലധികമോ എക്സ്പോണന്റുകളുടെ സം അല്ലെങ്കിൽ ഡിഫറൻസ് വരുന്ന കേസിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഡയമെൻഷൻ പരമായി കറക്റ്റായ ഒരു ഇക്വേഷൻ ഒരു യഥാർത്ഥ ഇക്വേഷൻ ആകണമെന്നില്ല. ഇക്വേഷൻ ഡയമെൻഷൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആണ്, പക്ഷെ അത് യഥാർത്ഥ ഇക്വേഷൻ ആകണമെന്നില്ല. മനസ്സിലായോ? ഉദാഹരണമായിട്ട് നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് E=12 mv². ഇത് ഇങ്ങനെ വന്നാലും വെറും mv² എന്ന ഇക്വേഷൻ വന്നാലും ഡയമെൻഷൻ പരമായിട്ട് ഇവർ രണ്ടും എന്താ ശരിയാണ് ഇല്ലേ? എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഇതിന്റെ LHS എന്തുവാ? എനർജിയുടെ എന്തുവാ? ml² t⁻⁻2 ഹാഫിന് ഡയമെൻഷനിലല്ലോ, മാസിന്റെ ക്യാപിറ്റലും വെലോസിറ്റി L t⁻⁻1 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ml² t⁻⁻2. ഇവിടെ LHS-ഉം RHS-ഉം തുല്യമാണ്. എന്നാൽ ഇത് നോക്കിയേ, ഇതും അങ്ങനെ തന്നെ വരുന്നത് യുടെ ml² t⁻⁻2 മാസിന്റെ m, വെലോസിറ്റി L t⁻⁻1 ന്റെ സ്ക്വയർ ml² t⁻⁻2. ഇവിടെ LHS R. അപ്പൊ രണ്ടും എന്താണ്? ശരിയാണ്. പക്ഷേ ഇതൊരു യഥാർത്ഥ ഇക്വേഷൻ ആണോ? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന യഥാർത്ഥ ഇക്വേഷൻ mv² എന്നാണോ? അല്ല. പിന്നെ എങ്ങനെയാ? ഇതാണ് യഥാർത്ഥ ഇക്വേഷൻ. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും ഡയമെൻഷൻ പരമായി ശരിയാണ്, പക്ഷെ ഡയമെൻഷൻ പരമായി ശരിയായ ഒരു ഇക്വേഷൻ ഒരു യഥാർത്ഥ ഇക്വേഷൻ ആകണമെന്നില്ല. കാരണം ഇക്വേഷൻസിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫ്രാക്ഷൻസോ അല്ലെ റേഷ്യോ അങ്ങനെയൊക്കെ വന്ന നമ്പറൊക്കെ വന്നാൽ നമുക്ക് ഡയമെൻഷൻ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെയാണ് ഡയമെൻഷന്റെ ചില ലിമിറ്റേഷൻസ്. അടുത്ത നമുക്ക് പഠിക്കാം. അപ്പൊ ഡയമെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ചില പ്രിൻസിപ്പിളുകളുണ്ട്. The digits whose values are accurately known in a particular measurement.
ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് വാല്യൂസ് അറിയാൻ കഴിയുന്ന അക്കങ്ങൾക്ക് പറയുന്ന പേരാണ് എന്താ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയും. If the number of significant figure increases, the accuracy of the measurement is also increases. Significant figureന്റെ എണ്ണം കൂടിയാൽ അതിന്റെ accuracy എന്ത് ചെയ്യും? കൂടും. ഉദാഹരണം 25 എന്ന് പറയുന്നതും 25.00 എന്ന് പറയുന്നതും സാധാരണ നമ്മൾ നോക്കുമ്പോൾ രണ്ടും എന്ത് തന്നെ ഒന്ന് തന്നെയാണില്ലേ? സാധാരണ നമ്മൾ നോക്കുമ്പോൾ 25 എന്ന് പറയുന്നതും 25.00 എന്ന് പറഞ്ഞ് രണ്ടും ഒന്ന് തന്നെയാണ്. സാധാരണ നമ്മൾ പോയിന്റ് കഴിഞ്ഞ് 00 അങ്ങനെ എഴുതാറേ ഇല്ല, മണ്ടന്മാരാന്ന് പറയും. പക്ഷേ ആക്യുറസിയുടെ കാര്യത്തിൽ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 25 എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് 25.00. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പം പോലും മാറത്തില്ല. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 25 യഥാർത്ഥ 25 ആകണമെന്നില്ല. മനസ്സിലായി? 24.999 ഒക്കെ വരുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് 25 എന്ന് എഴുതും. അപ്പൊ 25നേക്കാൾ കുറച്ചുകൂടെ ആക്യുറസി കൂടുതൽ ആർക്കാണ്? 25.00ക്കാണ്. കാരണം 25 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. എന്നാൽ 25.00 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം കൂടിയ ഈ 25.00 ആണ് മോസ്റ്റ് ആക്യുറേറ്റ് മെഷർമെന്റ്. അതാണ് ഇഫ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻക്രീസസ് ദി ആക്യുറസി ഓഫ് ദ മെഷർമെന്റ് ഈസ് ഓൾസോ ഇൻക്രീസസ് എന്ന് പറയും. ഇനി സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന് ചില നിയമങ്ങളുണ്ട്. അത് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. എക്സാമ്പിൾ സഹിതം നമുക്കത് നോക്കാം. ഒന്നാമത്തത്, എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. ഇവ 25, 42 എന്നൊരു നമ്പർ, ഒരു വാല്യൂ എഴുതി, ഒരു മെഷർമെന്റ് എഴുതിയാൽ ഇതിനകത്ത് പൂജ്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പൂജ്യമല്ലാത്ത എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? 1, 2, 3, 4. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് 4. ഇതാണ് ആദ്യത്തത്. കണ്ട, എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്? സിഗ്നിഫിക്കന്റ് ആയിരിക്കും ഇല്ലേ? അതുപോലെ തന്നെ 42.965 ഇത് എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? ഇപ്പൊ നോക്കണം, 0 വല്ലതും ഉണ്ടോ? 0 ഉണ്ടോ? ഇല്ല. 0 ഇല്ലെങ്കിൽ എല്ലാ ഡിജിറ്റും എണ്ണുക. 2, 3, 5. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തത്, 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ 0 വന്നാൽ, 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ 0 വന്നാൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് എടുക്കണം. ഉദാഹരണം 7005. ഇങ്ങനെ ഒരു മെഷർമെന്റ്. ഇതിനകത്ത് ഈ 0 കിടക്കുന്ന ഇവിടെ അപ്പുറവും ഇപ്പുറം നോൺ സീറോ കിടക്കില്ലയോ? 7ഉം 5ഉം 2 നോൺ സീറോ. അതിനിടയിലാണ് ആര് കിടക്കുന്നത്? 0. അതുകൊണ്ട് അവരെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. അപ്പൊ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 4. അതുപോലെ തന്നെ 108.006. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? എങ്ങനെ കാണുന്നത്? അപ്പൊ 0 നോക്കണം, എവിടെ കിടക്കുന്നത്? അപ്പുറം ഇപ്പുറം നോൺ സീറോ അല്ലേ? ഇതും അപ്പുറം ഇപ്പുറം നോൺ സീറോ അല്ലേ? അതുകൊണ്ട് അവരെ എല്ലാം നമ്മൾ കൂട്ടണം. അപ്പൊ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? 3, 3, 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അതാണ് രണ്ടാമത്തെ നിയമം. 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ 0 വന്നാൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് സങ്കല്പിക്കും. മനസ്സിലായോ? അടുത്തത് മൂന്നാമത്തത്, ഡെസിമലിന് ശേഷവും നോൺ സീറോ ഡിജിറ്റിന്, ഡെസിമലിന് ശേഷവും നോൺ സീറോയ്ക്ക് മുന്നിലും കിടക്കുന്ന 0. ഇത് ഡെസിമൽ, അതിന് ശേഷം ഇതാണ് നോൺ സീറോ ഡിജിറ്റ്, അതിന് മുന്നിലും കിടക്കുന്ന 0. അവനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കരുത്. 0.0095 എന്ന് പറഞ്ഞാൽ ഈ 0കൾ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. പിന്നെ നമ്മൾ എവരെ 2നെ എടുക്കണം. പിന്നെ അതിനകത്ത് എത്ര ഉണ്ട്? 2. കണ്ടോ? അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? 2 സിഗ്നിഫിക്കന്റ് ഉണ്ട്. എന്നാൽ ഡെസിമലിന് മുന്നിൽ എന്തെങ്കിലും നമ്പർ 0 അല്ലാത്ത നമ്പർ ഉണ്ടെങ്കിൽ, ഡെസിമലിന് മുന്നിൽ 0 അല്ലാത്ത നമ്പർ ഉണ്ട്, ഇതിപ്പം 5.0095 ആയിരുന്നെങ്കിൽ, അപ്പൊ നമ്മൾ നോക്കി ഈ 0 എടുക്കുന്ന അപ്പുറം ഇപ്പുറം നോൺ സീറോ ഇതുപോലെ നോൺ സീറോ അല്ലയോ? അതുകൊണ്ട് അവരെ നമ്മൾ എടുക്കും. അപ്പോൾ ഇതിനകത്ത് 2, 2, 4, 1, 5 എണ്ണം വരും.
മനസ്സിലായി? അപ്പൊ ഡെസിമലിന് മുന്നിൽ 0, ഇവിടെ നമ്മുടെ 0 കിടക്കുന്നു. ഡെസിമലിന് ശേഷം ഇവിടെ 0, ഇത് നോൺ സീറോ. അപ്പൊ ഡെസിമലിന് ശേഷം വരുന്ന 0, നോൺ സീറോയ്ക്ക് മുന്നിലും കിടക്കുന്ന 0 എന്ന് പറയുന്നത് എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. മനസ്സിലായി? അപ്പൊ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റേ ഉള്ളൂ? 2 എണ്ണമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഡെസിമലിന് മുന്നേ ഒരു നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിലോ ആ വരുന്ന 0, ഇടയ്ക്കിടക്കുന്ന 0 നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്നിഫിക്കന്റ് ആയിട്ട് സങ്കല്പിക്കണം. മനസ്സിലായി? ഇതാണ് ആ നിയമം എന്ന് പറയും. അടുത്ത നമുക്ക് നാലാമത്തെ നിയമം നോക്കാം. നാലാമത്തെ നിയമം പറയുന്നത് ഡെസിമലിനും നോൺ സീറോ ഡിജിറ്റിനും ശേഷം കിടക്കുന്ന 0, ഡെസിമലിനും നോൺ സീറോ ഡിജിറ്റിനും ശേഷം കിടക്കുന്ന 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിരിക്കും. 0.6500 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് 4 ആണ്. ഡെസിമലിനും നോൺ സീറോയ്ക്കും ശേഷം കിടക്കുന്ന 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതുകൊണ്ട് 0.6500 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. മനസ്സിലായി? അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നോൺ സീറോ ഡിജിറ്റിനും ഡെസിമലിനും ശേഷമുള്ള 0 ഇങ്ങനെ വന്നാൽ 65.00 ഇത് നോൺ സീറോയ്ക്കും ഡെസിമലിനും ശേഷം കിടക്കുന്ന 0 എന്ന് പറയുന്നതും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഓക്കെ. എന്നാൽ ഡെസിമൽ ഇല്ലാതെ 0 വന്നാൽ ഇങ്ങനെ വെറും 6500 ഇങ്ങനെയാണ് വരുന്നത്. ഡെസിമൽ ഇല്ലാതെ ഒരു ഹോൾ നമ്പറിന് ശേഷം ഇങ്ങനെ 0 വന്നാൽ 6500 എന്ന് വെറുതെ പറഞ്ഞാൽ അതിനകത്ത് ഈ 0കൾ നമ്മൾ എടുക്കത്തില്ല. അപ്പൊ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റേ ഉള്ളൂ? 2 എണ്ണമേ ഉള്ളൂ. മനസ്സിലാവും? എന്നാൽ ഇതുപോലെ വരുന്ന 0 നമ്മൾ എടുക്കും എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ 6500 ശേഷം എന്തെങ്കിലും ഒരു യൂണിറ്റ്, ഇപ്പൊ ഇവിടെ കിലോഗ്രാം എന്നൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ 0കളെല്ലാം നമ്മൾ എന്തെടുക്കും? സിഗ്നിഫിക്കന്റ് എടുക്കും. മനസ്സിലാവുന്നേ? അപ്പൊ ഡെസിമലിനും നോൺ സീറോയ്ക്കും ശേഷം വരുന്ന 0 നമ്മൾ എന്തെടുക്കും? സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കും. അതുപോലെ ഒരു നോൺ സീറോയ്ക്കും ഡെസിമലിനും ശേഷം വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കും. എന്നാൽ ഡെസിമൽ ഒന്നും ഇല്ലാതെ 0 വന്നാൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് സങ്കല്പിക്കത്തില്ല. എന്നാൽ ആ 0 നമ്മൾ എടുക്കും എപ്പോഴാ? അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ. അതുപോലെ 10⁻⁻⁻ വരുന്ന കേസിൽ ഇപ്പൊ നമുക്ക് 2.5 × 10⁻³ ഇങ്ങനെ വന്നാൽ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ 10⁻⁻ വരെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. അതിന് ഇപ്പുറത്തുള്ള ഈ ഭാഗം മാത്രം നോക്കുക. 2.5 എത്ര ഡിജിറ്റ് ഉണ്ട്? 2. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണമായിരിക്കും? 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇതുപോലെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. പരീക്ഷയിൽ ഇപ്പൊ എന്തെങ്കിലും തന്നിട്ട് ഇതുപോലെ തന്നിട്ട് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ, അപ്പൊ നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അതിന് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ കാൽക്കുലേഷൻസിൽ എങ്ങനെയാണ് ഇത് റൗണ്ട് ഓഫ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾക്ക് അടുത്തത് പഠിക്കേണ്ടത്. കാൽക്കുലേഷൻസിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെയാണ് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അതിനാണ് നമുക്കൊരു പ്രോബ്ലം, ചെറിയൊരു സിമ്പിൾ ഒരു പ്രോബ്ലം നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 25.4. y എന്ന് പറഞ്ഞ y x is equal to 25.4. y എന്ന് പറയുന്നത് 3.215. നമ്മൾ പറയുകയാണ് x plus y കണ്ടിട്ട് അതിന്റെ റിസൾട്ട് സിഗ്നിഫിക്കന്റ് ഫിഗറിനെ റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യുന്ന പറഞ്ഞാൽ വട്ടമിട്ട് വെക്കാനല്ല, അല്ലാതെ എങ്ങനെയാണ് ഇത് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം x plus y കാണാമല്ലോ. ഇത് രണ്ടും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5, 1, 6, 8, 2 ശരിയല്ലേ? 28.615 ഇതാണ് നമുക്ക് y. ഇനി എങ്ങനെയാണ് ഈ റിസൾട്ട് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗറിനെ റൗണ്ട് ചെയ്യുന്നത്? മനസ്സിലായി? അപ്പൊ അതെങ്ങനെ നോക്കാം. അഡീഷനോ സബ്ട്രാക്ഷനോ വരുന്ന ക്രിയകളിൽ, കൂട്ടുകയോ കുറയ്ക്കുകയോ വരുന്ന ക്രിയകളിൽ, അഡീഷനോ സബ്ട്രാക്ഷനോ വരുന്ന ക്രിയകളിൽ ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റിന്റെ എണ്ണം നോക്കണം.
ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തിന് ഡെസിമലിൽ എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? ഡെസിമൽ കഴിഞ്ഞ് എത്ര എണ്ണം ഉണ്ട്? 1. ഇതിന് ഡെസിമൽ കഴിഞ്ഞ് എത്ര എണ്ണം ഉണ്ട്? 3. മനസ്സിലാവുന്നേ? ഡെസിമലിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം നോക്കുക. അതിൽ ഏറ്റവും കുറവ് എത്രയാണോ ആൻസറിലും ഡെസിമൽ കഴിഞ്ഞ് അത്രയും വരാവൂ. മനസ്സിലായോ? ഇപ്പൊ ഇതിന് ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്, ഇതിന് ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്, ശരിയല്ലേ? അതിൽ ഏറ്റവും കുറവ് എത്ര? 1. അതുകൊണ്ട് ആൻസറിലും ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണമേ വരാവൂ. ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണമേ വരാവൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഡെസിമൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ നമുക്കിപ്പോ 3 എണ്ണം ഉണ്ട്. റൗണ്ട് ചെയ്യുമ്പോൾ ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണമേ വരാവൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക, ഡെസിമൽ ഒരെണ്ണം വരണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നോക്കണം. ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റേ വരാവൂ. അപ്പൊ നമ്മൾ എന്തിനാ രണ്ടാമത്തെ നോക്കണം? ഡെസിമൽ കഴിഞ്ഞ് 2 എണ്ണം വരണമെങ്കിലോ മൂന്നാമത്തെ നോക്കണം. മനസ്സിലായി? അങ്ങനെ ഒരെണ്ണം കൂട്ടി നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണം മതി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ നോക്കി. രണ്ടാമത്തെ ഇവിടെ ഏതാ? 1. ശരിയല്ലേ? 1. അത് 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പുള്ളതിൻ്റെ കൂടെ 1 കൂട്ടുക. 5നേക്കാൾ കുറവാണെങ്കിൽ അവിടെ മുതലും കളയുക. മനസ്സിലായോ? നമുക്ക് ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് മതി, പക്ഷെ ഇവിടെ ഇപ്പൊ 3 എണ്ണം ഉണ്ട്. അപ്പൊ ഡെസിമലിന് ഒരെണ്ണം മതിയെങ്കിൽ നമ്മൾ ഡെസിമലിന് ശേഷം രണ്ടാമത്തെ നോക്കണം. അത് 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പുള്ളതിന്റെ 1 കൂട്ടുക, കുറവാണെങ്കിൽ കളയുക. ഇപ്പൊ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 1 ആണല്ലോ, 5നേക്കാൾ കുറവാണല്ലോ, അതുകൊണ്ട് ഇവിടെ മുതൽ അങ്ങ് കളയുക. അപ്പൊ നമുക്ക് റൗണ്ട് ഓഫ് റിസൾട്ട് എത്രയാണ്? 28.6 എന്ന് എഴുതാം. മനസ്സിലായി? 28.6. ഓക്കെ, ഇനി ഒരു പക്ഷം നമുക്ക് കിട്ടിയത് x+y കിട്ടിയത് ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ, 28.675 ഇങ്ങനെയാണ് കിട്ടിയതെങ്കിലോ ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 7. ഓക്കെ, 5നേക്കാൾ കൂടുതലാണല്ലോ, തൊട്ട് മുമ്പുള്ള 1 കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 28.6 1 കൂട്ടുമ്പോൾ 7 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ. മനസ്സിലാവുന്നത്? ഇനി ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5 ആണെങ്കിൽ, അപ്പൊ ഉദാഹരണം നോക്കാം. x+y നമ്മൾ കണ്ടപ്പം നമുക്ക് 28.655 ഇങ്ങനെ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ എന്താണ്? 5. ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5 ആണെങ്കിൽ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പുള്ളത് ഈവൻ നമ്പർ ആണെങ്കിൽ കളയുക, ഓഡ് നമ്പർ ആണ് 1 കൂട്ടുക. ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5 ആണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പുള്ളത് ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആണെങ്കിൽ കളയുക, ഒറ്റ സംഖ്യ ആണെങ്കിൽ 1 കൂട്ടുക. അപ്പൊ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5. തൊട്ട് മുമ്പുള്ള 6, അതൊരു ഈവൻ നമ്പർ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ മുതലും കളയും. അപ്പൊ എത്ര കിട്ടി? 28.6 എന്ന് കിട്ടി. മനസ്സിലായി? ഇനി ഒരു പക്ഷേ ഇങ്ങനെ x+y = 28.755 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5. തൊട്ട് മുമ്പുള്ളത് നോക്കുക, ഒരു ഓഡ് നമ്പർ 7. അപ്പൊ നമ്മൾ എന്ത് ഓഡ് നമ്പർ ആണ് 1 കൂട്ടണം. അപ്പൊ എന്ത് വരും? 28.8. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗറിന് റൗണ്ട് ചെയ്യുന്നത്. മനസ്സിലായ പറഞ്ഞേ? അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റിന്റെ എണ്ണം നോക്കണം. അതിൽ ഏറ്റവും കുറവ് എത്രയാണോ ആൻസറിലും അത്രയും തന്നെ വരണം. അപ്പൊ ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5നേക്കാൾ കുറവാണെങ്കിൽ അവിടെ മുതൽ കളയുക. ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പുള്ളതിന്റെ 1 കൂട്ടുക. ഡ്രോപ്പ് ചെയ്യേണ്ട സംഖ്യ 5 ആണെങ്കിൽ തൊട്ട് മുമ്പുള്ളത് ഈവൻ നമ്പർ ആണെങ്കിൽ കളയുക, ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടുക. ഇത് അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പക്ഷെ അവിടെ മുഴുവൻ ഡിജിറ്റും നമ്മൾ നോക്കണം. ഇതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുഴുവൻ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കണം. എന്നിട്ട് അതിൽ ലീസ്റ്റ് എത്രയാണോ ആൻസറിലും അത്രയും വരാം. ഇപ്പൊ ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 3. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4. അപ്പൊ ഏറ്റവും കുറവ് 3 അല്ലയോ? അപ്പൊ ആൻസറിൽ എത്ര വരണം? 3. അത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷനിൽ. മനസ്സിലായി? അഡീഷണൽ സബ്ട്രാക്ഷനിൽ ഈ പരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ തൽക്കാലം ഇന്ന് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബാക്കി ഭാഗം കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.